ഒന്നുമല്ല എന്നെ BDS ആക്കണം പറഞ്ഞു വന്നിനി. ടോപ്പിന്റെ കൂടെ ഒരു ലോങ് ഹിസ്റ്ററി ഉള്ള പേഴ്സൺ ആണ് നമ്മളെ കൂടെ ഉള്ളത്. 3 വർഷം പഠിച്ച ആൾക്ക് എന്തെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാനുണ്ട്. മാത്രല്ല എനിക്ക് തോന്നുന്നു ടോപ്പിൽ തന്നെ കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഹോസ്റ്റലിലും നിന്നാണ് വർക്ക് ചെയ്യുമ്പോ ഇവിടെ നിന്ന് ബാക്കി തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയി ഹോസ്റ്റൽ ഏതൊക്കെ ഉള്ളത്? ഫറൂഖ് നിന്നിട്ടില്ല, KG1 നിന്നിട്ടില്ല, PVT1 നിന്നാണ്, PVT2 നിന്നാണ്, മുണ്ടിക്കല്ലായ നിന്നാണ്, പാവങ്ങാട് നിന്നാണ്, അങ്ങനെ ഏകദേശം ഒക്കെ നിന്നാണ്. ഏകദേശം ഞങ്ങൾ അത്രക്ക് തന്നെ സീനിയോറിറ്റി ടോപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും റാങ്ക് എനിക്കൊന്ന് പഠിക്കാണ്ട് ഉഴപ്പി പോയിട്ടുണ്ടല്ലോ അല്ലേ? എൻഡിങ് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ വർഷത്തെ നീറ്റും എൻഡിങ്ങിൽ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? എത്ര ഉണ്ടായിരുന്നു പറഞ്ഞേ? 650. 650. പക്ഷെ ഞാൻ കൂട്ടിയപ്പോ 640. ഞാൻ എല്ലാ പ്രാവശ്യവും കരഞ്ഞിട്ടാണ് കൂട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ പ്രാവശ്യം എനിക്ക് കുഴപ്പമില്ല, കാരണം എന്റെ ബെസ്റ്റ് സ്കോറാണ് എനിക്ക് കിട്ടിയത് നീറ്റിന് 646. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 652 എന്തോന്നാണ്. അപ്പൊ എന്റെ ബെസ്റ്റ് സ്കോറാ കിട്ടിയത്. പിന്നെ ലാസ്റ്റ് എയിംസ് ബാച്ചിക്ക് വന്നത്. അപ്പൊ ഞാൻ ഇതിനേക്കാളും പഠിക്കുന്ന കുറെ പേരെ കണ്ടാണ്. അപ്പൊ അവിടെ സൂപ്പർ റിപ്പീറ്റ്, റിപ്പീറ്റ്. അപ്പൊ എന്റെ മനസ്സിൽ ഓക്കെ ഇങ്ങനൊക്കെ പഠിക്കണായിരിക്കും കിട്ടണമെങ്കിൽ. ആക്ച്വലി അങ്ങനെ ഒന്നും ഇല്ല, ഒരു കൊല്ലം പഠിച്ചാൽ മതി, നമ്മള് ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യണം. അടുത്ത വർഷത്തെ 646. അപ്പം ഞാൻ റിപ്പീറ്റ് അപ്പൊ തന്നെ ഉറപ്പിച്ച് അങ്ങനെ പോയി. എന്നിട്ട് അടുത്ത പ്രാവശ്യം മറ്റേ കരച്ചിലൊന്നും ഇല്ല ഇനിട്ടോ. അങ്ങനെ അടുത്ത പ്രാവശ്യം എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോ ഞാൻ കരഞ്ഞോണ്ടാ വരുന്നേ. ഇവരെന്നെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കരയുന്നൊന്നും വീട്ടുകാർ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ ഹോസ്റ്റലിന് കാര്യമെങ്കിൽ അതോ ഒരു കാണുന്നില്ലല്ലോ. എക്സാം അതിൽ ഞാൻ പാനിക്കായി പോയിന്. ഇടയിൽ എനിക്കൊന്നും, പക്ഷെ ഞാൻ കുറെ കറക്കി കുത്തിന് കേട്ടോ. ഞാൻ 180 അറ്റൻഡ് ചെയ്തത്. ഞാൻ 3 എക്സാം ഇപ്പൊ കഴിഞ്ഞ 4 എക്സാമിന് 180 അറ്റൻഡ് ചെയ്തത്. പക്ഷെ അത് അറ്റൻഡ് ചെയ്തോ എന്നോട് കുറെ പേര് ചോദിച്ചു എനിക്ക് ഗസ് വർക്ക് ചെയ്യാണ്ട് നിന്നാണെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയെന്ന്. അത് എനിക്ക് തോന്നിയിട്ടില്ല. അത് ചെയ്തോണ്ടാണ് എനിക്ക് അത്രയെങ്കിലും മാർക്ക് കിട്ടിയത്. ആ ഒരു മൊമെന്റില് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എക്സാം എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വിട്ട് കഴിഞ്ഞാൽ MBBS കയറിയിട്ടുണ്ടായിരുന്നു. അത് ചിലത് പറയുന്നുണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് എടുക്കല്ല. കാരണം എനിക്ക് അങ്ങനെ എഴുതിയോണ്ടെങ്കിൽ കുറെ ഉപകാരം കിട്ടിയത്. പിന്നെ ഇനി ഒരു കൊല്ലം പഠിക്കാനുള്ള തീരുമാനിച്ചില്ലേ, ഇനിയിപ്പോ ആലോചിച്ചാലേ നമുക്ക് പഠിക്കാൻ കഴിയൂലല്ലോ. കഴിഞ്ഞ വർഷം കട്ട് ഓഫ് മാർക്ക് തന്നെ കിട്ടി. കട്ട് ഓഫിന്റെ താഴേന്ന് പറയാൻ പറ്റില്ല. കട്ട് ഓഫിൽ ആൾക്കാർ കയറി ആ മാർക്കുള്ള 6 പേര് MBBS കയറി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ വീട്ടുകാരൊക്കെ എതിർത്ത് പഠിക്കാൻ വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്താ? അത് ഞാൻ പറഞ്ഞുതരാം. ഈവൻ ആഷിഖ് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും നല്ലത് എന്തെങ്കിലും എടുത്ത് ഇങ്ങനല്ലേ പറയാറുള്ളത്. എന്നോട് കുറെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓരോ നമ്മൾക്ക് നല്ലതിന് വിചാരിച്ചിട്ടാണോ ഓല് പറയുന്നത്. അപ്പൊ ഞാന് 3ാമത് റിപ്പീറ്റ് ചെയ്യാൻ അത്ര പെട്ടെന്ന് എടുത്ത ഡിസിഷൻ അല്ല. ഞാൻ വിചാരിച്ചു അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കരഞ്ഞാണ്ടാണല്ലോ ഇറങ്ങുന്നത്. എന്നിട്ട് എനിക്ക് എന്തായാലും കരയാണ്. അപ്പൊ ഒക്കെ ഇപ്പൊ തന്നെ കരച്ചില് തീർക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. ഓട്ടോയിൽ നിന്നിട്ടാ പോണത്. ഇപ്പൊ ലൈറ്റ് അടിച്ചെന്ന് മറ്റേ ബൾബ് ഉണ്ടല്ലോ നീലിന്റെ ഒക്കെ അല്ലേ, കാക്ക ഫ്ലാഷ് അടിച്ചെന്ന്. എന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അപ്പം 525. അതിലിപ്പൊ അതിന്റെ ഇടയിലൊന്ന് പറഞ്ഞിട്ടോ അനക്ക് 400 ഒക്കെ ഉണ്ടാവുമല്ലോ ചോദിച്ചു. എന്നാ 400 കട്ട് ഓഫ്. പക്ഷെ നമുക്ക് എക്സാമിന് എന്റെ മൈൻഡിൽ ഇന്നേ വരെ 600 താഴെ ഒരു കട്ട് ഓഫ് വരുമെന്ന് നമുക്ക് ഇല്ല. അപ്പൊ എക്സാമിന് അങ്ങനെ പാനിക്കായതാണ്. അങ്ങനെ പോയി. ശരിക്കും പാനിക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കേറാൻ പറ്റുമായിരുന്നു. കാരണം എനിക്ക് ലാസ്റ്റിലൊക്കെ മാർക്ക് ഉണ്ട്. എനിക്ക് എക്സാമിനാണ് മാർക്ക് പോകുന്നത്, പഠിക്കുന്ന സമയത്ത് മാർക്ക് ഉണ്ട്. എന്നിട്ടാണല്ലോ നമ്മളെ ബാച്ച് ഒക്കെ മാറ്റി ഇതാക്കിയത്. ഓക്കെ. അപ്പൊ ഈ റീനീറ്റിന്റെ സമയത്ത് നേരത്തെ പറയുകയാണെങ്കിൽ അന്ന് റീനീറ്റ് നടക്കുന്നതിന് മുന്നേ മെയിൽ നടന്ന എക്സാം ഇല്ലേ? മെയിൽ നടന്ന എക്സാമിൽ 650 തന്നെ കിട്ടി. മേ ബി അതിന്റെ റാങ്ക് ചിലപ്പോൾ 1000, 1200 ഒക്കെ ആവുമായിരുന്നു അല്ലേ? അന്ന് കിട്ടിയില്ല എന്നാ പക്ഷെ ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂട്ടിയപ്പം ബോർഡർ ലൈൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഏകദേശം അല്ലെ? ഏകദേശം ബോർഡർ ലൈൻ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായത് 630 എത്രയാണ് ഇപ്പൊ ഉള്ളത് മാർക്ക്? ഇപ്പൊ 630. ശരിക്കും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്. മാർക്ക് കുറഞ്ഞതാണെങ്കിലും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. 200 താഴെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം കിട്ടുന്ന റാങ്കിലേക്ക് എത്തി. അവിടെ ഉണ്ടായ 1.5 മാസം ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? 1.5 മാസം എനിക്ക് ആ റിസൾട്ടാണ് എന്നെ മെയിൻ ആയിട്ട് ഇതാക്കിയത്. കാരണം അന്ന് കിട്ടൂലെന്ന് വിചാരിച്ചല്ലോ. അപ്പം കുറെ കരഞ്ഞു. എന്റെ കരച്ചിൽ ഒരു ദിവസത്തോണ്ട് തീർന്നാണ്. ഞാൻ പിന്നെയാണ് അറിയുന്നത് ഇപ്പിയൊന്നും അന്ന് ഉറങ്ങിയിട്ട് തന്നെ അല്ലാന്ന്. ഇവരെ ടെൻഷൻ കൊണ്ട് എന്റെ പിറ്റേന്ന് എന്റെ കസിനും അമ്മായിയൊക്കെ വന്നിട്ട് എന്നെ ചില്ലാക്കാൻ വേണ്ടി പുറത്തൊക്കെ കൊണ്ടുപോയി. പക്ഷെ ഇവർക്ക് അപ്പോഴൊക്കെ ഓല് മനസ്സിലൊരുകയാണ്. ഓല് ഇങ്ങനെ ഇത് കൊറേ ആയില്ലേ ഇതിന് നടക്കുന്നേ. അപ്പൊ അതിൻ്റെത് അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്, നമ്മളതൊക്കെ കണ്ട്. അപ്പൊ ഇനി എല്ലാവർക്കും കയറിയപ്പോ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. പക്ഷെ എനിക്ക് അതില്ലേനു, എനിക്ക് ഫയർ ആയിരുന്നു ആക്ച്വലി. കാരണം നമുക്കറിയാലോ ഇത് ആയാളൊരു അവസ്ഥ, അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത്. കൂടുതലുള്ള എല്ലാ ഫ്രണ്ട്സും കേറിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോ നമ്മുടെ ശരത് ബ്രോനൊക്കെ അന്ന് പരിചയം ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ വർഷം കൂടുതലുള്ള എല്ലാവരും കേറിയോ? കഴിഞ്ഞ വർഷം അപ്പൊ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ ഒക്കെ
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് പോയി ഞാൻ വിഷമം അങ്ങനെ അറിഞ്ഞിട്ടില്ല. അതിപ്പോ പറയും ഈ വർക്ക് ചെയ്യാൻ പോയ നന്നായി, ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പറയും. അത് കുഴപ്പമില്ല. പിന്നെ എന്തായാലും എങ്ങനെയായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണല്ലോ, നിർത്താനൊന്നും പറ്റൂലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അതിന് ഓക്കെ ആയി വന്ന് പിന്നെയാണ് റീനീറ്റ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇൻക്ലൂഡിങ് പാരൻസ് ഒക്കെ, മോളെ ഇത് നിർത്തിയേക്ക്, നമുക്ക് പറ്റിയ പണിയെല്ലാം തോന്നുന്നു, അല്ലെങ്കിൽ നിന്നോട് കുട്ടിയാ കൂടുതലാന്ന് തോന്നുന്നു, അങ്ങനെ പറയോ? എന്റെ പാരൻസ് അങ്ങനെ പറയാറില്ല, അതുപോലെ ഭയങ്കര സപ്പോർട്ട്. എന്തൊക്കെയാ പാരൻസ് എന്താ ചെയ്യുന്നത്? പാരൻസ് ഇപ്പൊ ഓട്ടോ ആണ്. ഉപ്പാന്റെ ഓട്ടോ ആണ് നേരത്തെ ലൈറ്റ് ഇട്ട്. ഉമ്മ ഹൗസ് വൈഫ്, കാക്ക ഇപ്പൊ KCB-യിലാണ്. ഓന് പല വർക്കും ചെയ്യും, സോളാർ വർക്ക് ചെയ്യും. എന്റെ ഫീൽഡിലോ അടിപൊളിയാ. രണ്ടാമത്തെ കുട്ടിയാണ് നിങ്ങൾ? രണ്ടാമത്തെ കുട്ടി. ഓക്കെ. കാക്ക എന്താ പഠിച്ചത്? ഓൻ IT. മേ ബി ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ പോട്ടെ, ഡോക്ടർ ആരെങ്കിലും ഫാമിലിയിൽ ഉണ്ടോ? കസിൻ ഉണ്ട്. ഓള് ഇപ്പം കാലിക്കറ്റ് PG കഴിഞ്ഞിട്ട് എന്തോ ബോണ്ടോ അങ്ങനെ എന്തോ സാറിന് അറിയാന്ന് പറഞ്ഞിരുന്നു. ഓള് പേരെന്താ? ശോഭനാബാനു, സൈക്കാട്രി. ഓഹോ, അറിയാം. ബാട്ടിയിലാണോ പഠിച്ചത്? മഞ്ചേരിയാ പഠിച്ചത്? മഞ്ചേരിയാ പഠിച്ചത്. എനിക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ എല്ലാവരും ചോദിക്കല്ലോ നമ്മളോട് എന്തുകൊണ്ടാണ് ഡോക്ടർ ആയെന്ന്. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു ആൻസർ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഞാൻ അങ്ങനെ കുറെ ആലോചിച്ച് നോക്കി. അപ്പൊ എന്റെ പണ്ടത്തൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓളെ ലൈഫ് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഓളെ ഡോക്ടർ ലൈഫിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. അത് ഞാൻ ഇപ്പോഴാ ചോദിച്ചു തുടങ്ങിയത്. ഓള് പറഞ്ഞൊരു വൈബ് ആ ടൈപ്പാണ്. അപ്പൊ ഓള് ഫുഡ് കഴിക്കാൻ പോണേ, ട്രിപ്പിന് പോണേ, ബാക്കിയുള്ളവരൊന്നും ഫാമിലിയിൽ അങ്ങനെ പോകില്ല, ഗേൾസ്. ഓള് മാത്രമാണ്. അപ്പൊ ഇന്റെ കോറിലേഷൻ എന്താ, ഓള് ഡോക്ടറാണ്. അപ്പൊ ഡോക്ടറായ ചെറുപ്പത്തിലല്ലേ അങ്ങനെയല്ല നമ്മൾ ആലോചിക്കുള്ളൂ. ആ വൈബ് പിന്നെ ഒക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടോ. പിന്നെ കഴിഞ്ഞ വർഷത്തോലും പറയാൻ തുടങ്ങി. നമ്മള് പഠിക്കുമ്പോ പറയില്ലല്ലോ, ഇനിയിപ്പോ എല്ലാം പറയാലോ എന്നോട് അറിയും. പിന്നെ നമ്മളറിയാം ഏതായാലും ചാടി ഇനിയിപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലെ അവസ്ഥക്ക് കാണുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തോന്നില്ല. പക്ഷെ സെക്കൻഡ് ഇയർ ലാസ്റ്റ് ഓൺവേർഡ്സ് അവരൊക്കെ ഇപ്പം എക്സാം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ട് തുടങ്ങിയ പിന്നെ ചില്ലാക്കി തുടങ്ങും. പിന്നെ ഏകദേശം ഒരു 5 വർഷം. പക്ഷെ അതിൽ കാണേണ്ടത് നമ്മൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വർക്കിലേക്ക് നമ്മൾ എത്തി അവിടെയായിട്ടുള്ള അഡാപ്റ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന സമയമാണ് MBBS-ലേക്ക്. പിന്നെ അത് ശീലമായി മാറും. അത് ഞാൻ ഇപ്പൊ ആദ്യം ഉറപ്പിച്ചു. ഫസ്റ്റ് ഇയർ എന്തായാലും ഞാൻ പോയി കരയാനുള്ളതാണ്. അവരൊക്കെ അങ്ങനെ പറയണം, ഭയങ്കര അത് കരഞ്ഞു തീർക്കുക, പിന്നെ അത് റെഡി ആയിക്കോളല്ലോ. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ഫ്രീ ടൈം ഒക്കെ കിട്ടും എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഒക്കെ ചിലപ്പം എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ എക്കണോമിക് സപ്പോർട്ടൊക്കെ തരാനും 2-3 വർഷം പഠിക്കാനുള്ള സപ്പോർട്ടൊക്കെ തരാനൊക്കെ. ഫസ്റ്റത്തെ വർഷം ഞാൻ ഇവിടെ ആകെ ഫീ അടിച്ചിട്ടുള്ളൂ. സെക്കൻഡും തേർഡും എനിക്ക് ഫുൾ ഫ്രീ ആയിട്ടാണ് ഞാൻ ഇവിടെ പഠിച്ചത്. എല്ലാം ബോർഡർ ലൈനിൽ. അതുകൊണ്ട് തന്നെ ഫീസിന്റെ ഉണ്ടെങ്കിൽ നമ്മള് ചേരൂലേനു. അപ്പം അതില്ല. പിന്നെ ഇന്റെ ഒരു വർഷം അത് പിന്നെ ഞാൻ തീരുമാനിക്കേണ്ടതാന്ന് ഓല് പറയും. അപ്പൊ പിന്നെ എന്നോട് ഇപ്പൊ 3rd റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണേ, ഇപ്പൊ എപ്പോഴും പറയണ്ട്, എനിക്ക് BDS കാലിക്കറ്റ് കിട്ടാനുള്ള മാർക്കുണ്ട്. ഇനി അടുത്ത വർഷം അതും കിട്ടിയില്ല എന്ന് ഈ മനസ്സിൽ കരുതണം. എങ്ങനെയാലും നമുക്ക് മുന്നോട്ട് പോകണല്ലോ. എന്നിട്ട് അത് നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയിട്ടുള്ള 2 ഓപ്ഷനിലെ ഏതെങ്കിലും സംഭവിക്കും. ഇത് രണ്ടും കാണാൻ പറ്റണം. ഇപ്പൊക്കെ ആക്ച്വലി എന്നെക്കാളും ആഗ്രഹമുണ്ട്. പക്ഷെ റിയാലിറ്റി അതാണല്ലോ, കിട്ടാണ്ടിരിക്കുന്ന കുറെ പേരുണ്ടല്ലോ. ഇപ്പം എന്റെ കൂടെ റിപ്പീറ്റ്, ഞാൻ സൂപ്പർ റിപ്പീറ്റ് ആയപ്പോ റിപ്പീറ്റ് കഴിഞ്ഞ 2-3 പേരിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, ഞാൻ പോവട്ടെ സൂപ്പർ റിപ്പീറ്റ്. അപ്പോൾ ഞാൻ അവരോട് ഇതാ പറഞ്ഞു കൊടുത്തത്, ഇത് താങ്ങാൻ പറ്റുമെന്ന് നമുക്കൊരു ഇത് വേണം. അല്ലെങ്കിൽ ഒന്നത് നമ്മളിപ്പോ വേറെ കോഴ്സ് എടുത്ത് എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ചെയ്താൽ മതിയെന്ന് ആ റിഗ്രറ്റ് ഉണ്ടാവും. അതൊരു സൈഡിൽ വെക്കാം. പിന്നെ രണ്ടാമത്തത് ഇനി കിട്ടിയില്ല, ആ ഒരു വിഷമം ഉണ്ടാവും. ഏത് വിഷമമാണോ കൂടുതൽ താങ്ങാൻ പറ്റുന്നേ അത് വെച്ചിട്ട് ഡിസിഷൻ എടുക്കും. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് ബാക്കിയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആവും എന്നുള്ളത്. അതായത് ഇപ്പം ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് അടുത്ത വർഷം എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള സാധനം ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുകയാണ് നല്ലതായിരിക്കും അല്ലേ. ഇനി പഠന അക്കാഡമിക്സിന്റെ പാർട്ടിലേക്ക് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഐഡിയൽ വർഷം, എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രൂപത്തിലൊന്നും ഞാൻ പറയുന്നില്ല, എങ്ങനെയാണ് ഒരു ഐഡിയൽ ഈ ഒരു വർഷം കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരിക്കും ആ പ്രോഗ്രഷൻ ഉണ്ടായിരുന്നത്? മേ ബി എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇയർ തന്നെ പറഞ്ഞാൽ മതിയാവും. കാരണം അന്ന് പഠിച്ചിട്ട് തന്നെ കട്ട് ഓഫിൻ്റെ അവിടെ എത്തി. എല്ലാ വർഷവും കട്ട് ഓഫിലാണ് ലാൻഡ് ചെയ്ത്. അപ്പോൾ എല്ലാ വർഷം കിട്ടിയ ആളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം എങ്ങനെയാണ് ഒരു വർഷം പ്രോഗ്രസ് ചെയ്യുക ഒരു ഐഡിയലി പഠിക്കുന്ന +2 കഴിഞ്ഞ ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത്? +2 അതിന് മുന്നേ തുടങ്ങാം. 10ാം ക്ലാസ് മുതൽ എങ്ങനെയായിരുന്നു പഠനം? ഹൈസ്കൂൾ ഞാൻ പഠിക്കുമായിരുന്നു. 8-9 വേണ്ടാത്ത കാലത്താണ് പഠിച്ചു പോയത്. 8-9 നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. സ്കൂൾ ടോപ്പറൊക്കെ ആയിരുന്നു. സ്കൂൾ
ടോപ്പർ ഒന്നല്ല, ആ ക്ലാസ്സിൽ അത്യാവശ്യം പഠിക്കുവാനും 8, 9 ഞാൻ പഠിക്കുവാനും. പിന്നെ കൊറോണ ആയി, പിന്നെ +1, +2 ഒക്കെ ക്ലാസ് ഒക്കെ ശ്രദ്ധിക്കാണ്ടായി അങ്ങനെ. പക്ഷെ എക്സാമിന് പഠിക്കും, മാർക്കും കിട്ടും. എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ മാരത്തോണ്, മോഡലിന്റെ മാരത്തോൺ ഉണ്ടാവും, അത് നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ആവൂല. അപ്പൊ അത് വെച്ചിട്ട് പഠിക്കും, എന്നിട്ട് മറ്റേന് സ്കോർ ചെയ്യും, സ്കോർ കിട്ടും, അതാണ് പ്രശ്നം. അപ്പൊ നമ്മള് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നോക്കൂല. 96% പഠിച്ചാലല്ലേ അങ്ങനെ കിട്ടുള്ളൂ. അതന്നെ നമ്മളെ ഇപ്പത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അന്നത്തത് മാരത്തോൺ പഠിച്ചാൽ മതി, അത് കിട്ടും. നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ആ മാർക്ക് കിട്ടും. 96 വാങ്ങിച്ച സമയത്ത് നീറ്റ് എഴുതിയപ്പോൾ എന്തിട്ടുണ്ടായിരുന്നു? 158. 720, 188 അന്നുണ്ടായിരുന്നത്. അന്ന് സംഭവേ നമ്മൾ ആദ്യമായിട്ടല്ലേ എഴുതണേ. ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ബബിളൊക്കെ ചെയ്യാന്ന് ഞാൻ അതിന്റെ 2 ദിവസം മുമ്പ് അറിഞ്ഞത്. ഞാൻ എന്റെ നൈബർ ഉണ്ട്, അവളോട് ചോദിച്ചിട്ട്, എന്നിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ ചോദിച്ചു എത്ര മാർക്ക് ഉണ്ട് ചോദിച്ചു. 158. നല്ല മാർക്കാണല്ലോ ചോദിച്ചു. എത്രയല്ലോ ചോദിച്ചു. എന്റെ വിചാരം 300-ലാന്നാ. ഇതൊരു പോക്കോണുണ്ട് ഇനി 720 അറിഞ്ഞപ്പോ. എനിക്ക് തോന്നുന്നു ഉപ്പയും അധികം പ്രഷർ തരാത്ത ആളുകളാണ് അവര്. മോർണിംഗ് മീറ്റിംഗ് ഒക്കെ ഭയങ്കര ഐഡിയൽ പാരന്റ്സ് ആണ് ഇതിന് പറ്റിയിട്ടുള്ള. കാരണം നമുക്കൊരു ഫയർ തരേണ്ട നേരത്തെ ഒരു ഫയർ തരും. കാരണം വീട്ടിൽ പ്രശ്നങ്ങളൊന്നും പറയില്ല, പക്ഷെ ഓല ആഗ്രഹങ്ങളും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുതരും. എന്നാലേ അമ്മക്കൊരു ഫയർ ഉണ്ടാവുള്ളൂ. ഓല് കുറച്ച് നമ്മൾ അറിയണം ഓല വിഷമൊക്കെ, എന്നാലേ അമ്മക്കൊരു ഫയർ ഉണ്ടാവുള്ളൂ. അങ്ങനത്തേന് മാത്രം ഇട്ടുതരും, അല്ലാത്തതിന് ഒന്നും പ്രശ്നം. അവിടെ കുറെ കാര്യങ്ങൾ നടന്നിക്കണ് ഞാനില്ലാത്ത സമയത്ത്, ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അവര്. അത് അവരെന്നെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറെ സാധനങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. നീ ഒന്നും അറിയിക്കാൻ തന്നെ നിന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. വിളിച്ചിട്ട് മാർക്ക് ചോദിക്കുമ്പോ എന്നോട് അങ്ങനെ മാർക്ക് ചോദിക്കലില്ല. ഞാൻ എങ്ങനെ വെച്ചാല് എങ്ങനെ ഉണ്ട് ഇപ്പൊ മാർക്ക് കുറഞ്ഞാലോ എന്തായാലും ചോദിക്കൂല. അത് എനിക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ടായിരുന്നു. കൂടിയാൽ അപ്പൊ നല്ല മാർക്ക് ഉണ്ടല്ലോ അറിയും. ഞാൻ പറയും അതും നമ്മൾ കാണണ്ട അറിയും. അതിപ്പോ ഇന്ന് കൂടിയാൽ നാളെ കുറയും, അതന്നെ ഞാൻ പറയില്ല. നാളെ കുറഞ്ഞാൽ മറ്റന്നാൾ കൂടും. അവാർഡ് സപ്പോർട്ട് കൊടുക്കണല്ലോ. അത് ചുമ്മാ ഭയങ്കര. ലാസ്റ്റ് ഫൈനലി ഇപ്പൊ കേരള റാങ്ക് വന്നപ്പോ അവരുടെ റെസ്പോൺസ് എന്താ? ഭയങ്കര. ഇപ്പൊ എല്ലാ നീറ്റ് കഴിഞ്ഞാലും ഇപ്പൊ കരഞ്ഞാണ്. ഫസ്റ്റത്തെ നീറ്റ് അന്ന് 646 അന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. ഞാൻ ആഷിഖ് സാറിന് വിളിച്ച്, സാർ ഗവൺമെന്റ് സീറ്റ് ഉറപ്പൊന്നു സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ പറഞ്ഞു. അന്ന് ഒരു ദിവസം മാത്രമേ കിടന്നുറങ്ങിയിട്ടുള്ളൂ. അന്ന് ഇപ്പൊ കരച്ചിൽ തുടങ്ങി. ഇപ്പൊ എന്തിനാ കരയും? ഞാൻ പോലും കരയുന്നില്ല, ഇപ്പൊ കിട്ടിയതിന്റെ സന്തോഷത്തിൽ കരയാണ്. പിന്നെ നമുക്ക് റിയാലിറ്റി മനസ്സിലായി. പിന്നെ നമ്മൾ അത്ര ഹോപ്പ് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ സെക്കൻഡത്തെ വർഷം 525 പറഞ്ഞപ്പോഴും കുറെ പേര് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങ് കട്ട് ഓഫ് അയച്ചു തരും എല്ലാവരും 500 ഇത്. പക്ഷെ നമ്മളപ്പോഴും ഹോപ്പ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം വെറുതെ എന്തിനാ, നമ്മൾ കഴിഞ്ഞെല്ലാം കണ്ടതല്ലേ. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ കേരള റാങ്ക് 178. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഞാന് സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടും മഞ്ചേരിയെ കൊടുത്തിട്ടുള്ളൂ. സെക്കൻഡ് ആദ്യം പറഞ്ഞ ട്രിവാൻഡ്രം കൊടുക്കുന്നേനി. അതിൽ ഇവര് ഇങ്ങനെ നമുക്ക് അങ്ങനെ. ഞാൻ പിന്നെ എല്ലായിടത്തും അന്വേഷിച്ചും ചെയ്ത്. പിന്നെ വീട്ടുകാരത് 1-2 വർഷമൊക്കെ ആണെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി. മഞ്ചേരി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ ഓരോടൊക്കെ ചോദിച്ചപ്പോ ഓരൊക്കെ പറഞ്ഞു വേറെ. അതാണ് കഴിഞ്ഞല്ല അവിടെ പഠിച്ചതിന്റെ ഗുണാണ്. എല്ലായിടത്തും ആളുകളുണ്ട്. നിന്നെ ജൂനിയർ ആയിട്ട് കാണുമോ അവര്? ഓ അല്ല, ഇപ്പൊ പറയും പഠിക്കണല്ലോ, പഠിച്ചിട്ടില്ലേ എന്റെ കൂടെ ഇരിക്കേണ്ടി വരും കേട്ടോ പറയാന്. വേണേ പഠിച്ചോ പറയും. അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിന്റെ കൂടെ ആയി പോകും എന്നുള്ളത് പറയും അല്ലേ. പിന്നെ നമ്മൾ ജേണിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻബിറ്റ്വീനാ പോയത്. +2 സ്കോർ കഴിഞ്ഞു. +2 MCQ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. OMR കറപ്പിക്കുന്ന ഒരു എക്സാമിന്റെ തലേന്നാണ് കാര്യങ്ങൾ. എക്സാം തലേന്നല്ല, കുറച്ച് മുമ്പ്. അത് ഇവിടെ എന്താ ഡോപ്പയിൽ പഠിച്ച എൻ്റെ ഒരു നൈബർ ഉണ്ടായിരുന്നു. ഓള് അതിൽ ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷെ ഓള് ഡോപ്പിനെ കുറിച്ച് എനിക്കൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ എനിക്ക് ഡോപ്പ് ഇഷ്ടപ്പെട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് വരാൻ തീരുമാനിച്ചു. ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായതല്ലേ? അല്ല, പക്ഷെ ഫസ്റ്റ് ഇയർ ഞാൻ അങ്ങനെ ഇതില്ല. എനിക്ക് ഫസ്റ്റത്തെ ഞാൻ ഇപ്പൊ നിങ്ങൾ ഇന്നെ ഇന്റർവ്യൂ നടത്തുന്ന 1 കൊല്ലം കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വിഷമമൊന്നും പറയില്ല. കാരണം അന്ന് എനിക്ക് എത്ര കുഴപ്പമില്ല. ഞാൻ എന്റെ മനസ്സിൽ എന്താ പറയാ, ഞാൻ വരുമ്പോ അന്ന് 25 ലക്ഷം കുട്ടികളെ എന്തോ ഇതെന്നാണ് ഞാൻ കേട്ടത്. അതിൽ 25,000 കുട്ടികൾക്കാ കിട്ടണേ. അപ്പൊ 100-ൽ ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഇതെന്തോ സംഭവം ചെയ്യണ്ടേ നമ്മള്. 100-ൽ ഒരാൾക്ക് അപ്പൊ നമ്മളെന്തോ വലിയത് ചെയ്യണ്ടേ. അപ്പൊ അതിനുള്ള കഷ്ടപ്പാട് എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അയലക്കാരെ കഷ്ടപ്പാട് വിചാരിച്ചിരുന്നു. അപ്പൊ എനിക്കത് പ്രശ്നമായിട്ടില്ല. ഞാൻ വിചാരിച്ചിന് ഒക്കെ നമ്മളെ തന്നെ അടിച്ചേരി അതൊക്കെ ക്ലീനൊക്കെ നമ്മളാ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാനും ആൾക്കാരുണ്ട്. അതാണ്. പക്ഷെ എനിക്ക് പിന്നെ വന്നത് സെക്കൻഡും തേർഡൊക്കെ ഈ മടുപ്പും ഇതൊക്കെ പാടെ വന്നിട്ടാണ് പിന്നെ മെന്റലി. ഇന്റർവ്യൂ കിട്ടാൻ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു. 630 കേരള റാങ്ക് വന്നതിന് ശേഷം ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പരിചയമുള്ള ആളുകളൊക്കെ വീണ്ടും കാണേണ്ടി വരും. അങ്ങനൊന്നുമില്ല, കഴിഞ്ഞിട്ട് വരാന്ന് ഞാൻ വിചാരിച്ചു. ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ട് അത് വീട്ടിലെ കുറച്ച്
ഇതുണ്ടായോണ്ടാ വരാന്ന്. അതിന് മുമ്പ് വിളിച്ചിന് ഇവര് റിസൾട്ടിന്റെ മുമ്പ്. അപ്പൊ ഞാനും പറഞ്ഞു വന്നിട്ട് പോയാ പോരെ. കുറച്ചായില്ലോ. എത്ര ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്? എത്ര? ഓൾ ഇന്ത്യ 3545. അടിപൊളി. അപ്പോൾ ഇനി ഒരു വർഷത്തെ ജേണി എന്ന് പറയാം, തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ. ബേസിക്കലി ഷാദിന്റെ ജേണി അറിയാൻ വേണ്ടിയിട്ടല്ല, ഒരാൾക്ക് എങ്ങനെ തുടങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കും, അതായത് 190 മാർക്ക് +2 കിട്ടിയ ഒരാൾ 158 190 158 എന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ ആ വർഷം എനിക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂവിൻ്റെ അല്ല, ഞാൻ ആ ഫസ്റ്റ് ഇയർത്തെ ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് തന്നെ വിചാരിച്ചോട്ടെ. 650ലേക്ക് 158 650ലേക്ക്. അപ്പൊ എത്ര മാർക്ക്? 146. അപ്പോൾ 500 മാർക്ക്. അത് 496 പറയും പ്ലീസ്, ഞാനൊരു അപ്രോക്സിമേറ്റ്ലി കൊണ്ട് പോവാണ്. അപ്പോൾ ഓക്കെ, 500 മാർക്ക് കൂടി. എന്താണ് ആ വർഷം ചെയ്തിരുന്നത്? എന്റെ ബെസ്റ്റ് വർഷം എനിക്ക് തോന്നിയത് ഫസ്റ്റത്തെ വർഷം കേട്ടോ. കാരണം നമ്മളെ മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് കൊല്ലം കൂടുന്തോറും അത് കുറഞ്ഞു വരും. പിന്നെ അതൊന്നുകൂടി കറക്റ്റ് ആക്കാന്നുള്ള പണിയാ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് വർഷത്തിൽ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു 3-4 മാസത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ എങ്ങനെയായിരുന്നു? PVSൽ പരിചയമൊന്നുമില്ല. ഇല്ല. അപ്പം ചെയ്യുമ്പോ കിട്ടൂല. അത് ഞാൻ ഇപ്പൊ കുറെ പേര് കേട്ടിട്ടുണ്ട്, ചെയ്യുമ്പോ കിട്ടില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കോഡിൽ ഒരു 200-250 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ നോക്കിയിട്ടാ ചെയ്തത്. ആദ്യം ശ്രമിക്കും, അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇന്ന സ്വന്തമൊക്കെ കിട്ടിയിട്ടുള്ളൂ. കാരണം അതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും കിട്ടൂല. ഒരു 200-250 വരെ നമ്മൾ കൊണ്ട് പറ്റൂല. ആദ്യം ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കും, എന്നിട്ട് ഇക്വേഷൻ ഇതൊക്കെ ഷോർട്ട് നോട്ടിൽ നോക്കും, എന്നിട്ട് അത് നോക്കിയിട്ട് ചെയ്തു, എന്നിട്ട് അത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ആൻസർ കീ നോക്കും. അങ്ങനെ ഒരു 200-250 ചെയ്യും. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഒക്കെ ആ സമയത്ത് നല്ല ഉണ്ടായി വരൂലേ? അതൊക്കെ എന്താ ചെയ്തിരുന്നത്? ഡൗട്ട് വെബിൽ ഇടും. അന്ന് ഡൗട്ട് വെബ് ഏനിയല്ലോ. പിന്നെ സാറുമാര് വരുമ്പോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് മടിയാണ് സംഭവം. ലാസ്റ്റ് അല്ലേ വെക്കേഷൻ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു 10 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതുവരെ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ പോയാൽ നല്ല ചെലവാണ്, വേണേ പൈസ ഉണ്ടാക്കിക്കോ പോക്കറ്റ് മണിക്ക്. അന്ന് പക്ഷെ പാവങ്ങാട് അന്ന് അവിടുത്തെ പിള്ളേർ അങ്ങനെ ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിക്കല്ലേ ഇനി സാറിനോട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരം. കാരണം ഞങ്ങൾക്ക് സാർമാര് ഫുള്ളി ഞങ്ങൾക്ക് കിട്ടും. നമുക്ക് ഇപ്പൊ KG2 നിൽക്കുന്ന അങ്ങനെയല്ല, എല്ലാവരും കൂടി ചെല്ലും സാർമാരുടെ അടുത്തേക്ക്. അന്ന് അവരൊന്നും അങ്ങനെ ചെല്ലൂലേനി. അപ്പൊ സാറുമാരെ മൊത്തം നമുക്കേനി. അപ്പൊ സാറുമാരോട് തന്നെ നമുക്ക് എല്ലാ ഡൗട്ടും ചോദിച്ചു കഴിയുന്നു. ബാക്കി ആപ്പിലെ ഡൗട്ട് വെബിൽ ചോദിച്ച് അങ്ങനെ. പിന്നെ സെക്കൻഡും തേർഡൊക്കെ ആയപ്പോ നമ്മള് ഫ്രണ്ട്സ് ഓലോട് നല്ലോണം ചോദിക്കാൻ തുടങ്ങി. ബ്രേക്ക് ടൈം 720 എഴുതിയ മാർക്കൊക്കെ അന്ന് എത്ര വരികയായിരുന്നു? ഈ 150 സംതിങ് പിന്നെ എങ്ങനെ വരിക? ഫസ്റ്റത്തെ കൊല്ലം എനിക്ക് 600 720 കയറാൻ തുടങ്ങിയത് ലാസ്റ്റത്തെ 5 മോക്കിലാണ്. അന്നാണ് എനിക്ക് കയറാൻ തുടങ്ങിയത്. അതിലൊന്നിലാണ് എനിക്ക് 646 കിട്ടിയതും. അതാണ് എന്റെ ബെസ്റ്റ് സ്കോർ. അതാണ് എനിക്ക് നീറ്റിന് കിട്ടിയതും ബെസ്റ്റ് സ്കോർ. അതിന്റെ മുന്നേ തുടങ്ങുന്ന സമയത്തുള്ള സ്കോർ ഒക്കെ എങ്ങനെ? 500 അത്ര ഉണ്ട് എനിക്ക്. 500 ആ റേഞ്ചിൽ. പക്ഷെ കയറൂല. അത് സംഭവം ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 300-ന് 400 എടുക്കാൻ നമ്മളൊരു പണി എടുക്കൂലേ, അതിന്റെ ഇരട്ടി എടുക്കണം നമ്മൾ 400-ന് 500 എത്തണമെങ്കിൽ. ഡിഫറൻസ് 100 പക്ഷെ പണി ഡബിൾ ആവും. മാർക്ക് കൂടും. ജോമെട്രിക്കൽ പ്രോഗ്രഷൻ പോകുന്ന പോലെ നല്ല ബുദ്ധിമുട്ടായിട്ട് കയറുക. പിന്നെ 500-600 അതതിനേക്കാളും. പിന്നെ 600-ന് ഒരു 625 ഒക്കെ ആക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മളെങ്ങനെ പുഷ് ചെയ്യണല്ലോ നമ്മൾ. ആ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്? എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നേ? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. അതന്നെ നമ്പർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം അല്ലേ, അതൊരു ബുദ്ധിമുട്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം നോക്കിയിട്ട് ഇപ്പൊന്നും കാര്യമല്ല. നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണം. ആദ്യം ബേസിക് ചെയ്യണം, പിന്നെ അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഓരോ ദിവസം ഒരു ദിവസം ഞാൻ 200 ആണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ ഞാൻ 50 ഒക്കെ. പക്ഷെ ഞാൻ ക്വാളിറ്റി ക്വസ്റ്റ്യനാ ചെയ്യുന്നത്. അപ്പൊ അതിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഷോർട്ടാക്കി വരികയാണെങ്കിൽ നമുക്ക് 3 സബ്ജക്റ്റിൻ്റെയും എങ്ങനെ പഠിച്ചു എന്ന് പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയ ആളുകൾ എങ്ങനെ കൊണ്ടുപോകണം? ബയോളജി എല്ലാവരും പറയണ പോലെ NCERT കിട്ടിയൊരു കളിയില്ല. ഞാനൊക്കെ ഫസ്റ്റിൽ കുറെ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ വേസ്റ്റ് ആയി തോന്നുന്നുണ്ട്. പോക്കറ്റ് ഡയറി ഒക്കെ ഉണ്ടാക്കാം. നമ്മൾ മറന്നു പോണ സാധനം മാത്രം അതിൽ പിക്ക് ചെയ്തിട്ട് ചെയ്താ. ഞാൻ എന്താക്കും, ഞാൻ ഹോൾ ടെക്സ്റ്റ് ബുക്കിനെ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതി ഉണ്ടാക്കും. ആ നേരം ഞാൻ കളയാണ്. പക്ഷെ ഫസ്റ്റത്തെ പോലെ എനിക്ക് അത് എഫക്ട് ചെയ്തിട്ടില്ല. കാരണം ഒക്കെ 1 to 1 ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ലൈന് മാറ്റർ ആയിട്ടില്ല. പക്ഷെ സെക്കൻഡിലൊക്കെ ഞാൻ പിന്നെ ആ തെറ്റ് തിരുത്തി. ഞാൻ നല്ലോണം NCERT വായിക്കാൻ തുടങ്ങി. പിന്നെ NCERT ഞാൻ ഫസ്റ്റത്തെ കൊല്ലം NCERT ക്വസ്റ്റ്യന് കെമിസ്ട്രി ചെയ്തിട്ടില്ല, ഫിസിക്സ് മര്യാദക്ക് ചെയ്തിട്ടില്ല. സെക്കൻഡത്തെ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ റിവിഷന്റെ ടൈമിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. അത് ഭയങ്കര മിസ്റ്റേക്കാണ്. കാരണം 25-ൽ കുറേ ക്വസ്റ്റ്യന് NCERT എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ കോഡ് ബ്ലൂ ചെയ്യാം. പിന്നെ NCERT ഒരു വട്ടം 2 വട്ടം ഒന്നും ചെയ്താൽ പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ബേസിസിലല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ അതെന്തായാലും നോക്കണം. ഈ ഓർഗാനിക്കിനൊക്കെ പ്രത്യേക ആൾ ചോദിക്കാറുണ്ട്, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓർഗാനിക്
ഓർഗാനിക് സംഭവം എനിക്ക് ഒരു പാഠം പഠിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. മൊത്തപാഠം കൂടുമ്പോൾ ഇഷ്ടാവില്ല. കാരണം അപ്പോഴാണ് നമുക്കൊരു ഇത് വരിക. ഒരു പാഠം പഠിച്ചിട്ട് അത് എക്സാം എഴുതുമ്പോൾ നല്ല രസമാണ്, നമുക്ക് വേഗം കിട്ടും. അതിന് ഒന്നിന് ഒരു പേപ്പറോ എന്തെങ്കിലും ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാ റിയാക്ഷനും എഴുതി വെക്കുക, എന്നിട്ട് അത് കണ്ടിന്യൂസ്ലി ഇതിലൊന്നും പ്രത്യേകിച്ച് അധികം ടെക്നിക്കൊന്നുമില്ല. ഡോപ്പയിലുള്ള സ്റ്റുഡൻസിനാണ് പിന്നെ ആഷിഖ് സാർ പറയണത് അതങ്ങ് കേട്ടാൽ മതി, നമ്മളെ ഉപദേശം ഓൾക്ക് വേണമെന്നില്ല, അതൊക്കെ സംഭവം വെറുതെയാണ്. ഓൾക്ക് അതന്നെ കേട്ടിട്ട് കുറെ തുടക്കത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ പാവങ്ങാട് കേട്ടപ്പോൾ അതൊക്കെ കറക്റ്റായി തോന്നിയിട്ടുണ്ടായിരുന്നു തുടക്കത്തില്. അന്ന് ഞാനങ്ങനെ വിശ്വസിച്ചാണ്. ഇനിയിപ്പോ ഇതിൽ വേറെ ആരും നമുക്ക് പറഞ്ഞുതരാല്ലോ, ഇവരെല്ലാം ആദ്യമായിട്ട് പറഞ്ഞിരുന്നേ. പിന്നെ ഫിസിക്സ് ചില സമയം നമുക്ക് ഇഷ്ടപ്പെടും, ചില സമയം വെറുക്കും. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. ചെയ്ത് കിട്ടുമ്പോ രസമാണ്, പക്ഷെ എനിക്ക് ഈ ഫ്ലൂയിഡ്സ് ഒന്നും ഇഷ്ടമല്ല. അതൊരുമാതിരി ചാപ്റ്റർ, എനിക്ക് അത് താങ്ങൂല. പക്ഷെ അത് ചെയ്ത് വരിക, പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറെ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. അത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഫിസിക്സിൽ? ഒരുപാട് ഉണ്ടാവുമല്ലോ. എക്സാമിനാണോ? എക്സാമിനാവട്ടെ പ്രാക്ടീസിന്റെ സമയത്താവട്ടെ. എക്സാമിനാകുമ്പോൾ നമ്മൾ കിട്ടാത്ത വരുമ്പോൾ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് സമയം അത് കുറെ പഠിക്കാൻ കുറെ ടൈം എടുത്താണ് സ്കിപ്പ് ചെയ്യാൻ പഠിക്കാൻ. ഇപ്പൊ എല്ലാവരുടെ മെയിൻ ഇഷ്യൂ ആണ് ഫിസിക്സ്. ഞങ്ങൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. എക്സാമിന് അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എക്സാം മൊത്തം താളം തെറ്റും. ടൈം മാനേജ്മെന്റ് അല്ലേ? അതൊക്കെ നമ്മൾ എക്സാം എഴുതിയിട്ട് അതൊക്കെ ഇപ്പൊ നോക്കണ്ട, അതൊക്കെ ലാസ്റ്റ് എക്സാം എഴുതി എങ്ങനെയെങ്കിലും നടന്നോട്ടെ അല്ലേ? ഇപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ ഈ കൺസെപ്റ്റ്സും ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കാൻ നോക്കുക. ഇപ്പൊ തുടങ്ങണ പിള്ളേരല്ലേ ഇപ്പൊ ഉള്ളത്, അപ്പൊ അതൊക്കെ നോക്കുക. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് ആദ്യം ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങൾ, അത് നമ്മൾ ഈ വർഷത്തെ കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും തോന്നിയ ചില ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ. റുട്ടീൻ. ഞാൻ ഡോപ്പന്റെ എൻ്റെ ലൈഫ് പറഞ്ഞ എൻ്റെ ഹെൽത്തി ലൈഫാണ്. ഞാൻ ഡോപ്പയിൽ വരുന്നതിന് മുമ്പും ഇപ്പൊ പിന്നെയും കിടന്ന് BP കുറഞ്ഞ് വെകുന്ന സ്വഭാവങ്ങളൊക്കെയാണ്. കാരണം മര്യാദയ്ക്ക് ഉറങ്ങൂല, ഇഷ്ടമുള്ള സമയം ഉറങ്ങും, ഇഷ്ടമുള്ള സമയം എന്താക്കും, കുറേ നേരം ഉറങ്ങും, കുറച്ച് നേരം ഉറങ്ങും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കൂല. ഇതിപ്പം എൻ്റെ ആളാപ്പൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചീത്ത കിട്ടും, എന്നെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയണം ഫുഡ് എന്തൊക്കെ കഴിക്കാത്തതിന്. അവിടെ ആവുമ്പോൾ നമുക്ക് ഫസ്റ്റ് തൊഴിൽ എനിക്ക് 6 മണിക്കൂർ വേണമെന്ന് നിർബന്ധേനു. അത് കുറച്ച് ഓവർ, അങ്ങനെയല്ല, 6 വേണം. പക്ഷെ ആ സാധനം നമ്മൾ മൈൻഡിൽ വെക്കരുത്. എല്ലാവരും നമ്മളോട് പറയും 6 വേണം 6 വേണം, എന്നിട്ട് എനിക്ക് 5 മണിക്കൂറും 55 മിനിറ്റ് ആയാലും എനിക്ക് പറ്റൂല. നമ്മളെ മനസ്സിന് ആ ഒരു വേറെന്തോ സാധനമാണ്, അത് വെക്കരുത്. അത് സെക്കൻഡ് തൊഴിലേക്ക് ഞാൻ പിന്നെ ഇതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ 6 മണിക്കൂർ കിടക്കും, ഇനിയിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ചാൽ മതി. അതിന് അധികം ഫോക്കസ് ചെയ്യണ്ട. പിന്നെ ടൈം നോക്കരുത്. ഉറങ്ങി കഴിഞ്ഞാൽ അത് എനിക്കുള്ളൊരു പ്രശ്നമായിരുന്നു. ടൈം നോക്കിയിട്ട് ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ ഉറങ്ങാനേ, ഇനി ഇത്രയല്ലേ ഉള്ളൂ ഉറങ്ങാനേ, അപ്പൊ ഇനി ഉറങ്ങിയില്ലെങ്കിൽ എന്റെ അന്നത്തെ ദിവസം കോളാവും. അങ്ങനെയൊക്കെ റുട്ടീൻ വേണം. ബെഡിൽ പോയി കിടക്കുക. കുറച്ച് സമയം എടുക്കുമല്ലേ? ഒരു 1-2 മാസം എന്തായാലും എടുക്കും. 1-2 മാസം എടുക്കും, ശ്രദ്ധിക്കണം. പിന്നെ വേറെന്താ നല്ലൊരു കാര്യം ചെയ്തത്? പിന്നെന്താ NCERT. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഫസ്റ്റിലൊക്കെ ചെയ്ത മിസ്റ്റേക്കാണ്. NCERT ക്വസ്റ്റ്യൻ എക്സസൈസും ചെയ്യണം, എക്സാമ്പിളും ചെയ്യണം. എക്സാമ്പിളാണ് മെയിൻ. അത് നമ്മൾ ഒരു വട്ടം ചെയ്താൽ പോലെ റിവിഷന്റെ ടൈമിൽ ചെയ്യണം. ഞാൻ റീനീറ്റിന് ആകെ ഞാൻ ചെയ്തത്, ഞാൻ ഗോഡ് ബ്ലൂ പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇത് കുറേ വട്ടം ചെയ്തു. പിന്നെ നമ്മളെ സീരീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതും ചെയ്തു. പിന്നെ NCERT ഞാൻ ഫോളോ ചെയ്തത് റീനീറ്റിന്റെ സമയത്ത്. പിന്നെ കുറേ സോഴ്സ് എടുക്കരുത്, എനിക്ക് അതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എല്ലാത്തിനും പോയി എടുക്കോ, DC ഫണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചില സമയം ഗൈഡ് ആദ്യം കോഡ് ബ്ലൂ ചെയ്യാം. ഞാൻ പക്ഷെ ഇക്കൊല്ലം അധികം കോഡ് ബ്ലൂ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഉത്തരമൊക്കെ കാണാണ്ട് അറിയാം. കുറെ കഴിഞ്ഞ തന്നെ 1, 2, 3 വട്ടമൊക്കെ ചെയ്ത സാധനമാണ്. അപ്പൊ ഞാൻ വേറെ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിട്ട് വേറെ എടുത്തേ ഉള്ളൂ. പക്ഷേ കോഡ് ബ്ലൂ ചെയ്താൽ മതി. കോഡ് ബ്ലൂ ചെയ്യാം. ആപ്പിൾ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല അതിനെ പറ്റി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ NCERT ചെയ്യാം. അത് ഫസ്റ്റ് ലൈനൊക്കെ നേരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇനിയിപ്പോ നേരെ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡ് നോക്കുക. ഒരു ഫൈനൽ ഈ വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങൾ ജേണിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇപ്പം നിങ്ങളുടെ അനിയത്തി ഈ വർഷം പഠിക്കാൻ പോകുന്നുണ്ട്. അനിയത്തി ഉണ്ടോ? ഇല്ല. അനിയത്തി എന്ത് വിചാരിക്കും? അനിയത്തി പഠിക്കാൻ പോകുന്നുണ്ട്, ഈ വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. തുടങ്ങി. എന്ത് പറഞ്ഞു കൊടുക്കും? ആദ്യം മടുക്കും, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അത് കുറെയൊക്കെ എല്ലാവരും പറയുന്നതാണ്, നമ്മളത് താങ്ങണം. പക്ഷെ നമുക്ക് കൂടെ പോയാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഏതൊരു ഫേസിലും നമുക്ക് മടുക്കണ ഫേസ് ഉണ്ടാവും, എല്ലാ ഫേസും ഉണ്ടാവും. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കുക.
എന്ത് ഇമോഷൻ ആയാലും കുറച്ചെങ്കിലും ഒന്ന് പഠിക്കണം. കരയാളൊക്കെ കരഞ്ഞു തീർക്കുക. ഞാൻ എന്തിനു ചെയ്യല് വെച്ചാൽ ഡയറി ചെയ്തു. എന്റെ മെയിൻ സാധന. എനിക്ക് ഒരാളോട് പറഞ്ഞാൽ എനിക്ക് അത്ര കിട്ടൂല. എന്റെ ഡയറിനോട് ഞാൻ എല്ലാം പറയാം. അതിപ്പോ വായിച്ചാൽ കോമഡി ആയിരിക്കും. ഞാൻ വായിക്കാൻ നിൽക്കലില്ല. അതിപ്പോ കത്തിക്കേണ്ടി വരും. ആരെടുത്ത് വായിക്കും അറിയില്ല. പിന്നെ വീട്ടിലാരും അങ്ങനെ ഒന്നും വായിക്കാത്തോണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ ഹോസ്റ്റലിൽ പോകുമ്പോ എന്താ ചെയ്യാ അറിയില്ല. അതാണ് മെയിന്. പിന്നെ പോയി കരഞ്ഞു തീർക്കുക. അതന്നെ. പിന്നെ ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ ഫസ്റ്റത്തെ കൊല്ലം ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ ഒന്നും പറയലുണ്ടായില്ല. അതെന്താ വെച്ചാ മുനീഫ് സാർ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞിനു, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചാല് നിങ്ങള് സങ്കടം പറഞ്ഞാല് പോലെ അടുത്ത കോളിങ് വരെ സങ്കടമായിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്തായാല് അത് ശരിയാണ്. പക്ഷെ ഞാൻ അത് കാരണം ഞാൻ ഒന്നും പറയില്ലേനു, അവരോടൊന്നും പറയില്ലേനു. പിന്നെ പക്ഷെ അങ്ങനെ കരയൊന്നുമില്ല. ഞാൻ അങ്ങനെ സങ്കടമായി അങ്ങനെ ഉണ്ടാക്കും. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെയാണ്. അപ്പൊ തന്നെ ഓല് വരും. ഓല് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സിറ്റിങ്ങിനും വരും. പിന്നെ ഞാൻ തന്നെ സൊല്യൂഷനും പറഞ്ഞു കൊടുക്കും. ഞാൻ എന്നോട് പറയും, അടുത്ത കോളിങ്ങിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്നോട് ഇങ്ങനെ കേട്ടോ പറയേണ്ടത്. പിന്നെ എന്നോട് ചോദിക്കണം ഞാൻ അത് ചെയ്തോ, ഞാൻ NCERT വായിച്ചോന്ന് ചോദിക്കണം. നമുക്ക് പറഞ്ഞു കൊടുത്താൽ അമ്മ ഒക്കെ ചോദിക്കും. അപ്പൊ ഒരു മീറ്റിംഗ് അമ്മ 10 വരെ പഠിച്ചത്. ഇപ്പൊ 7 വരെ. അപ്പൊ ഈ പറഞ്ഞ സാധനത്തിനൊക്കെ എഡ്യൂക്കേഷനിൽ അപ്പൊ അവർക്ക് അറിയൂല, ഇത് കേട്ട് കഴിഞ്ഞാൽ ശരിയാവുന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പേരൻസ് ആയത് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത്. നമ്മളെ കാര്യത്തില് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഇപ്പൊ എന്റെ ഇപ്പൊ ഓല ഫീഡും ഇത് നോക്കിയാല് എന്താ യൂട്യൂബ് നോക്കിയാൽ ഫുള്ള് ഡോപ്പന്റെ വീഡിയോ, ഇങ്ങനെ എൻട്രൻസിന്റെ വീഡിയോ ആണ് ഫുള്ള്. പഠിച്ചിട്ടുണ്ട്. അതാണ് അന്ന് സ്കൂളിൽ പോകുമ്പോ പഠിച്ചിട്ടില്ലെന്നുള്ളൂ. ഇപ്പം ഒരു കുട്ടിക്കും വേണ്ടി ഈ സാധനങ്ങളെല്ലാം പഠിച്ചു. അതിപ്പോ റിലേറ്റീവ്സ് ഒക്കെ പറയും എന്റെ കൂടെ വരാ പഠിച്ചത് അറിയും. നമ്മള് പോണ ഭാഗത്ത് കൂടെ ഓരും പോയിന്. കാരണം ഇന്റെ മാർക്ക് കുറയുമ്പോ ഞാൻ മാത്രല്ല ഡെസ്പാണ്, ഒരു ഡെസ്പോ. എന്നിട്ട് എന്നോട് വിളിച്ച് ചോദിക്കും എന്തോ ടെൻഷൻ ഉണ്ടോ, അങ്ങനെയാണോ. ഇപ്പൊ പ്രൗഡായിട്ട് പറയാം, ഓട്ടോയിൽ ഓടിക്കുന്നതാണെങ്കിൽ പറയാം എന്റെ മോളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുന്നുണ്ട്. ഇനി പേഷ്യൻസിനെ കൊണ്ട് ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? ഓട്ടോ ഉണ്ടാവും. എങ്ങോട്ട്? കോഴിക്കോട് പോ. ഒരു 1.25 മഞ്ചേരി വീട് അല്ല, അരീക്കോട്. ഇപ്പൊ വന്നപ്പോ പേഷ്യൻസിനെ കൊണ്ടുവന്ന് ഓട്ടോയിൽ കൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഇനി പഠിക്കുമ്പോ നാട്ടുകാരൊക്കെ നോക്കണം. ഞാനിപ്പം നേരത്തെ ഇന്റർവ്യൂ ചെയ്ത ആളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനി ഇത്ര കാലം പഠിച്ച ആളുകളാണ്. ഫസ്റ്റ് ഇയറിൽ പോയിട്ട് ഇന്ന് കുത്തിയിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെ പേഷ്യൻസിനെ കിട്ടിയാലും അറിഞ്ഞാലും അറിയില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് പേഷ്യൻസ്. പക്ഷേ ഇവരോട് പറയുന്നുണ്ട് ഇപ്പോഴൊന്നും കൊണ്ടുവരുന്നിട്ടോ, എനിക്കിപ്പോ ഒന്ന് കിട്ടി. അങ്ങനെയല്ല, ആ പേഷ്യന്റിനല്ല, എനിക്കൊരു എന്റെ റിലേറ്റീവ് ഇത് കിട്ടുന്നത് എന്തോ ഡോക്ടർ എഴുതി എന്തോ സംഭവം ഈ ടെസ്റ്റ് ആണ് കൊളസ്ട്രോളിന്റെ ഇതിനൊക്കെ. അപ്പം ഇത് എന്താ ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ എന്തൊക്കെ FPS എന്തൊക്കെ എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ ഉമ്മന്റെ വീട്ടിലേനു. ഉമ്മന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു MBBS ആയാലും ഇത് കഴിയൂലായിരുന്നു, കഴിയണം പറയും. അപ്പൊ ഞാൻ ഉമ്മന്റെ വീട്ടിലേനു. അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ കസിൻ ഡോക്ടർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓളോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാട്ടോ പറഞ്ഞു. ഓക്കെ അറിയാം ചോദിച്ചിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പഠിക്കും കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മളോട് ഫസ്റ്റ് ഇയർ മുതലേ പല കാര്യങ്ങളും ചോദിക്കും. ആ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ചെറിയ കുട്ടികളെ മരുന്ന് ഫസ്റ്റ് ഇയറിൽ ചെറിയ കുട്ടികളെ മരുന്ന് പഠിക്കുന്നതാണ് ഒരു വിചാരം. എന്നിട്ട് ഫസ്റ്റ് ഇയറിൽ ചെറിയ കുട്ടികളെ ഡൗട്ടൊക്കെ ചോദിക്കും. അപ്പോൾ പറഞ്ഞു നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, അനാട്ടമി ഫിസിയോളജി ഒക്കെ പഠിക്കുന്നുള്ളൂ പറഞ്ഞു. അന്ന് രസകരമായിട്ട് ഒരു അനുഭവം ഉണ്ടായിരുന്നു. നാട്ടില് കുറച്ച് പ്രായമായിട്ട് കിടപ്പുള്ള ഒരു മരിച്ചു നോക്കാൻ ഫസ്റ്റ് ഇയറിൽ കൊണ്ടുപോയി. ഞാനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉറപ്പാക്കിയിട്ട്, കാരണം ഫിസിയോളജിയിൽ ബ്രെയിൻ സ്റ്റെം റിഫ്ലക്സും ബ്രീത്തിങ്ങും ഹാർട്ട് റേറ്റും എല്ലാ സാധനങ്ങളും നോക്കാനും സെസ്കോപ്പ് മേഖലയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. തിരിച്ചിങ്ങനെ വണ്ടിയിൽ വരുമ്പോഴാണ് പറഞ്ഞത് പണ്ടൊരു ഡോക്ടർ വന്ന് മരിച്ചു നോക്കി, അപ്പോൾ മരിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് കാലമായിട്ട് കിടപ്പിലായ ഒരു അമ്മൂമ്മയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ രസം അതല്ല, എൻ്റെ ഉമ്മാക്ക് ആ പേഴ്സണെ മറ്റേ കബറടക്കുന്ന ഒരു സമാധാനം ഇല്ലായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ മോനെങ്ങാനും പോയി ഒരു തെറ്റ് വരുത്തുമോ എന്നുള്ളത്. അപ്പോൾ എവിടെ ആണെങ്കിലും അറിയാത്ത സാധനം അറിയില്ല എന്ന് തന്നെ പറയാം. ചെക്ക് ചെയ്ത സാധനം ഞാൻ അവിടുന്ന് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോക്കി കൺഫേം ചെയ്യാണ്ട് തന്നെ ബ്രീത്തിങ് ഇത്ര നേരം രണ്ടാമത് വരുന്നുണ്ടോ നോക്കിയാൽ 5-10 മിനിറ്റ് നേരം കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കൺഫർമേഷൻ പറഞ്ഞത്. അറിയാത്തതാണെങ്കിൽ ബാക്കി എല്ലാവരോട് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇടപെടാണ്ട് ഇരിക്കരുത്, എല്ലാത്തിലും ഇടപെടുക. അറിയാത്തതാണ് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. എല്ലാ ഇൻഫർമേഷനും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഉഷാറാക്കുക, മെഡിക്കൽ ജേണിയൊക്കെ അടിപൊളിയാക്കട്ടെ. അരീക്കോട് എക്സാക്ട്ലി എവിടെ സ്ഥലം? പത്തനാപുരത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഉപയോഗപ്പെട്ടെന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.